ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത് എനിക്കിന്നൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷം നേടിയെടുക്കേണ്ട കുറേ ലക്ഷ്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ, മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ കളിയാക്കുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഭയം. ഇതിനു മുൻപൊക്കെ അദ്ദേഹത്തെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് അവര്, അതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാനതങ്ങോട്ട് തുടർന്ന് പോകുമ്പോൾ അവരെന്നെ കളിയാക്കുമോ, കളിയാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാകും, പിന്നെ ഞാനത് അവിടെ ഉപേക്ഷിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എല്ലാവർക്കും തരണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുപോലെ നിരുത്സാഹപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ്, അമേരിക്കൻ തത്വചിന്തകനായിട്ടുള്ള എമേഴ്സൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, അടുത്തുള്ള ശ്മശാനങ്ങളിൽ പോയാൽ മതി. അത് വളരെ സത്യമായ കാര്യമാണ്. അതായത് പ്രപഞ്ചം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു മാജിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റോട് കൂടിയാണ്. ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വേണ്ടവിധം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മളോടൊപ്പം തന്നെ തുരുമ്പെടുത്ത് മണ്ണിലരിഞ്ഞു ചേരും. എന്താണ് ഈ മാജിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്? നമ്മുടെ കഴിവുകൾ തന്നെയാണ്. നമുക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്. പാടാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ, ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ, വിമാനം പറത്തുവാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ, ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ, എന്തുമാണ്. പക്ഷെ അതിനെ നേരാവണ്ണം ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ഭയന്ന് ജീവിക്കുകയാണെങ്കിലോ, അതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന്, നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തുരുമ്പെടുത്ത് നമ്മളോടൊപ്പം തന്നെ മണ്ണിലേക്ക് പോകും. നമുക്കങ്ങനെ മണ്ണിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നമുക്കുള്ള കഴിവ് എന്ന് പറയുന്നത് യുണീക്കാണ്. എനിക്കുള്ള ആഗ്രഹമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള ആഗ്രഹമായിരിക്കില്ല നിങ്ങളുടെ കൂടെയുള്ളത്. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക, ഒരു തീരുമാനം എടുക്കുക. എനിക്ക് മുന്നോട്ട് പോയേ പറ്റും. ഇനി രണ്ടാമത്, ഈ കളിയാക്കുന്നവരുടെ കാര്യം. എന്തുകൊണ്ടായിരിക്കാം മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഈർഷ്യ. എനിക്കില്ലെങ്കിൽ അവനും വേണ്ട. ആ ഒരു സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്. എനിക്കില്ലാത്തൊരു കാര്യം അവനും വേണ്ട. അപ്പൊ എനിക്കില്ലാത്തൊരു കാര്യം മറ്റുള്ളവനിൽ കാണുമ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഈർഷ്യ, അല്ലെങ്കിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അസൂയ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവരെക്കാൾ മുന്നോട്ട് പോകുന്നു കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പൊ ആദ്യത്തെ ദിവസം അവർ നമ്മളെ കളിയാക്കിയിരിക്കും, ഇനി രണ്ടാമത്തെ ദിവസം നമ്മളെ കളിയാക്കിയിരിക്കും, മൂന്നാമത്തെ ദിവസം കളിയാക്കൽ കുറയും. കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, അവൻ തീരുമാനിച്ചു കഴിഞ്ഞു, അവൻ മുൻപോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? അവർ പിൻവാങ്ങും. ഇനി നമ്മളൊരു സക്സസിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, അന്ന് അവർ പറയും, എനിക്ക് അന്നേ അറിയാമായിരുന്നു അവൻ അല്ലെങ്കിൽ അവൾ ആ സക്സസിൽ എത്തുമെന്നുള്ളത്. കാരണം അവന് അല്ലെങ്കിൽ അവൾക്ക് ആ കഴിവൊക്കെ ഉണ്ട്, എനിക്ക് അന്നേ അറിയാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന്. പിന്നെ നമ്മുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് അവർ കൂടി എടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കും. ഇത് തന്നെയാണ് വിജയിച്ചിട്ടുള്ള എല്ലാവരുടെയും ചുറ്റുപാടിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജിമ്മിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോവുക, എക്സസൈസ് ചെയ്യുക, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവരിങ്ങനെ വന്ന് നമ്മളെ ഒന്ന് പിച്ചിയും മാന്തിയൊക്കെ തൊട്ടുമൊക്കെ നോക്കി ഇങ്ങനെ അത്ഭുതത്തോടെ നമ്മളോട് സംസാരിക്കും. അല്ലെങ്കിൽ മറ്റ് കഴിവുകളാണെങ്കിൽ അങ്ങനെ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പകച്ച് പിന്മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്യുക, ഡു ഇറ്റ്. മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെ അത് 2-3 ദിവസം കൊണ്ട് കെട്ടടങ്ങിക്കോളും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെക്കാൾ മികച്ചവരായിട്ട് നമ്മൾ മാറുന്നതിന്റെ ആ ഒരു ഈർഷ്യ, അത് പാവപ്പെട്ട മനുഷ്യരാണെന്ന് കണ്ടാൽ മതി. പാവം മനുഷ്യരാണ്, അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവർക്കില്ലാത്തൊരു കാര്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ നേടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനോവിഷമം. ആ പാവ മനുഷ്യരെ അവരുടെ വഴിക്ക് വിടൂ. നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഈ നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അവർ കളിയാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ദിവസവും ചെയ്യുക, അതിനടുത്ത ദിവസവും ചെയ്യുക. നമ്മൾ എത്രത്തോളം ഉത്സാഹപ്പെടുന്നുവോ അവർ എത്രത്തോളം നിരുത്സാഹപ്പെടും.
അത്രമാത്രം ചിന്തിക്കുക. ഏവർക്കും അവരവരുടേതായിട്ടുള്ള ഉയർച്ചകൾ നേടിയെടുക്കുവാൻ കഴിയട്ടെ. നിങ്ങളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിനെ അതിൻ്റെതായിട്ടുള്ള ഭംഗിയായ രീതിയിൽ ഉപയോഗിക്കുവാനും അവതരിപ്പിക്കുവാനും നിങ്ങൾക്കും എനിക്കും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.